സുഖമല്ലല്ലോ. ഇന്നൊരു കാര്യം പറയാമെന്ന് വെച്ചിട്ടാണ്. കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമായിരിക്കും. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങിയായിരുന്നു. സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ ചില അല്ലറ ചില്ലറ പാക്കറ്റ് സാധനങ്ങളും അതും ഇതൊക്കെ. അപ്പം എൻ്റെ ഷാമ്പു തീർന്നിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഷാമ്പു നോക്കാം. അപ്പം ഞാനിങ്ങനെ റാക്കിലൂടെ തപ്പി 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 നടക്കുമായിരുന്നേ. എനിക്കാണെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് നോക്കുക, അതിൻ്റെ വില അത് ഇതൊക്കെ നോക്കിയിട്ടൊക്കെ ഞാൻ എടുക്കുള്ളൂ. ചുമ്മാ പറ്റി സാധനങ്ങൾ എടുത്തിരുന്ന സ്വഭാവം എനിക്കില്ല. അപ്പം ഞാനിങ്ങനെ ഷാമ്പു ഇങ്ങനെ നോക്കി, അതിൻ്റെ വില നോക്കി, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കി വന്നപ്പം ഓക്കെ, അതൊരു നല്ല ഷാമ്പു ആണെന്ന് തോന്നി. ഷാമ്പൂയുടെ കുപ്പി ഞാൻ എടുക്കാൻ മറന്നു, അല്ലെങ്കിൽ നിങ്ങളെ കാണിച്ചു തരായിരുന്നു. ഇതിൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടോ, പേര്. എന്നായാലും ആ ഷാമ്പു ഞങ്ങൾ എടുത്തു. അപ്പോൾ നമ്മൾ ആകെ ഒരു കൂടിപ്പോയി ഒരു 5-6 സാധനങ്ങളെ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ പാക്കറ്റ് സാധനങ്ങൾ എല്ലാം കൂടി കൂട്ടി ഷാമ്പു കൂടി കൂട്ടി 5-6 സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. ഷാമ്പൂവിന് എത്രയോ 180 സംതിങ് എന്തൊക്കെയായിരുന്നു വില. കൂടാതെ കഴിക്കാൻ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തു. നമ്മളെല്ലാം ഇങ്ങനെ നോക്കി നമ്മൾ മനസ്സിലൊരു ഏകദേശം ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ബില്ല് ചെയ്യാൻ കൊണ്ട് കൊടുത്തത്. ബില്ല് ചെയ്യാൻ കൊണ്ട് കൊടുത്തു. അവർ ബില്ലടിച്ചു വന്നു. നമ്മൾ ബില്ലുമായിട്ട് പുറത്തിറങ്ങി. സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താ, ബില്ല് മേടിച്ച് നമ്മൾ ബാഗിലിടും, അല്ലെങ്കിൽ നമ്മൾ ബില്ല് ചുരുട്ടി കൂട്ടി അവിടെ തന്നെ ഇടും, അങ്ങനെ അങ്ങ് പോകും. ഇത് ചേട്ടൻ ഞാൻ നോക്കുമ്പോൾ ബില്ല് ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചെന്താ ഞാൻ വെറുതെ നോക്കിയത് ഞാൻ നോക്കി. അപ്പോഴത്തേക്കും ചുമ്മാ നോക്കുമ്പോഴത്തേനും ആ ഷാമ്പൂവിൻ്റെ വില 299 എത്രയാണ്ട് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് അഞ്ചു വിടോ, ഇത്രയല്ലോ 299 ഉണ്ടായിരുന്നില്ലല്ലോ, 100 സംതിങ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഒന്നുകൂടി റീചെക്ക് ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടി നമ്മുടെ ബാഗിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ആ ഷാമ്പൂ ബോട്ടിലെടുത്ത് നോക്കുന്നു. അതിനകത്ത് MRP കാണിച്ചിരിക്കുന്ന പ്രൈസ് 100 സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ ബില്ല് നോക്കുമ്പോൾ 299 അങ്ങനെ എങ്ങാണ്ട്. നല്ല അത്യാവശ്യം 100 രൂപ 150 രൂപ വ്യത്യാസം ഉണ്ടായിരുന്നു അതിനകത്ത്. ഞാൻ പറഞ്ഞു, അപ്പം നമ്മൾ ഇറങ്ങിയതേ ഉള്ളൂ ജസ്റ്റ്. ഏത് സൂപ്പർ മാർക്കറ്റ് എന്താണെന്നൊന്നും പറയുന്നില്ല, അല്ല അത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ ചെന്നിട്ട് പറഞ്ഞു, ഇത് ബില്ല് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ഇങ്ങനെയാണ് എമൗണ്ട് കാണിക്കുന്നത്. ബോട്ടിൽ കാണിച്ചു കൊടുത്തു, ഇതിൽ ഇത്രയും കാണിച്ചേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഉടനെ തന്നെ ബോട്ടിൽ എടുത്ത് തിരിച്ച് മറിച്ച് നോക്കിയിട്ടൊക്കെ പറഞ്ഞു, ഒരു മിനിറ്റ് ഇട്ടോ പറഞ്ഞിട്ട് അവിടെ എങ്ങാണ്ട് പോയിട്ട് ആളോട് പോയി സംസാരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സോറി അതെന്തോ QR-ൻ്റെ മിസ്റ്റേക്കാന്ന് പറഞ്ഞിട്ട് അയാൾ അത് എന്തൊക്കെയോ ചെയ്തിട്ട് അതിൻ്റെ ബില്ല് എക്സ്ട്രാ വേറെ തന്നു, പൈസ വേറെ തന്നു. നമ്മളപ്പോൾ സന്തോഷത്തിന് തിരിച്ചെങ്കിൽ പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, അതായത് ഇതെന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഈ ബോട്ടിലിന് ഒരു QR കോഡ് ഉണ്ട്. നമ്മൾ കൊടുത്ത ബോട്ടിലിൻ്റെ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് അവർ ബില്ല് എൻ്റർ ചെയ്യുന്നില്ല ഈ സിസ്റ്റത്തിൽ. അപ്പോൾ അതിൽ വന്ന റേറ്റാണ് അവർ നമുക്ക് പ്രിന്റ് ചെയ്ത് തന്നെ 299 ഉണ്ടോ. പക്ഷെ ബോട്ടിൽ നമ്മൾ കൊടുത്തേക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന പ്രൈസ് മേടിച്ചിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. നമുക്ക് QR കോഡിൽ എന്ത് പ്രൈസ് വരുന്നു നമുക്കറിയില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എടുത്ത പ്രൈസ് അപ്പോൾ അത്രയും വിലയാണെങ്കിൽ നമ്മൾ ആ ഷാമ്പു എടുക്കത്തുമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഷാമ്പു എടുത്തു, ഇത്ര വിലയാണ്, ഓക്കെ ഫൈൻ, നമുക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൊടുക്കുന്നു. അവർ QR സ്കാൻ ചെയ്യുമ്പോൾ വേറെ റേറ്റാണ് വരുന്നത്. അപ്പം നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ സാധാരണ എല്ലാവരും ഒത്തിരി സാധനങ്ങൾ മേടിക്കുന്നവരാണ്. അവരാരും ഈ മേടിച്ച സാധനത്തിന് കറക്റ്റ് വിലയാണോ ബില്ലിൽ കൊടുത്തേക്കണമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാനൊന്നും ആരും പോണില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം, സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ പറ്റാൻ സാധ്യത. ഇത് ആരുടെ മിസ്റ്റേക്ക് ആണെന്ന് ചോദിച്ചാൽ എനിക്കിതിൽ അറിയില്ല. സൂപ്പർ മാർക്കറ്റിൽ പൊതുവേ നമ്മൾ അങ്ങനെ ആരും ഇതാക്കാറില്ല, കാരണം നമുക്കറിയാം അവരത് സ്കാൻ ചെയ്താൽ തരുന്നത്. പക്ഷെ അത് എഴുതിയിരിക്കുന്ന വിലയും ഈ പറഞ്ഞ QR കോഡിൻ്റെ വിലയും വ്യത്യാസം ഉണ്ടെന്ന് അറിയുമ്പോൾ അതെന്തോ ഒരു കുഴപ്പമുണ്ട് അവിടെ. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം, അത്രയേ ഉള്ളൂ. അപ്പം ബൈ.